എന്തെങ്കിലും കേൾക്കുന്നില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. അപ്പം നമ്മൾ ഫസ്റ്റത്തെ ചാപ്റ്ററാണ് 109 ഉണ്ട് BPCC 109 ഡെവലപ്മെൻറ്റൽ സൈക്കോളജി. അതിൽ ഫസ്റ്റത്തെ ചാപ്റ്ററാണ് ഇൻട്രൊഡക്ഷൻ ടു ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഈ ഒരു സബ്ജക്റ്റ് മൊത്തമായിട്ട് നമ്മൾ ഇൻട്രൊഡക്ഷനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. ഹ്യൂമൻ ഡെവലപ്മെൻറ്റിൻ്റെ മൊത്തം ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് എന്താണ്, ഡെവലപ്മെൻറ്റും ഗ്രോത്ത്, അതുപോലെ തന്നെ ഏതൊക്കെ നമ്മളിപ്പോൾ ചെറിയ കുട്ടികൾ ചെറുപ്പം തൊട്ടിട്ട് നടക്കുന്നു, ഇരിക്കുന്നു, സംസാരിക്കുന്നു, ഓടുന്നു, ചാടുന്നു, അങ്ങനെ നമ്മൾ വലുതാവുന്നു, പഠിക്കുന്നു, അങ്ങനെ പല ഘട്ടത്തിലുള്ള കാര്യങ്ങൾ ഒരു ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് മൊത്തം എങ്ങനെയായിട്ടാണ് എന്നുള്ളതാണ് ഈ ഒരു സബ്ജക്റ്റിൽ മൊത്തം പഠിക്കുന്നത്. നല്ലൊരു ചാപ്റ്ററാണ്, ഒരുപാട് കണ്ടൻറ്റ് ഇതിൽ പഠിക്കാനുണ്ട്. അപ്പോൾ ആദ്യത്തെയാണ് കോൺസെപ്റ്റ് ഓഫ് ഡെവലപ്മെൻറ്റ് ആൻഡ് ഗ്രോത്ത്. ഡെവലപ്മെൻറ്റ് ഡിസ്ക്രൈബ്സ് ദ ഗ്രോത്ത് ഓഫ് ഹ്യൂമൻസ് ത്രൂ ഔട്ട് ദ ലൈഫ് സ്പാൻ ഫ്രം കൺസെപ്ഷൻ ടു ഡെപ്ത്. അതായത് ഡെവലപ്മെൻറ്റ് എന്താണ് നമുക്കറിയാം അല്ലേ, ഹ്യൂമൻസിൻ്റെ ഗ്രോത്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഒരു ലൈഫ് സ്പാൻ മൊത്തമായിട്ടുള്ള ഒരു ഗ്രോത്ത്, അതാണ് ഡെവലപ്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. From conception to death. It refers to development as patterns of change over time. ഇതെന്താണ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്? മൊത്തത്തിൽ ഒരു ഓവർ ടൈം നമ്മളെ മൊത്തമായിട്ടുള്ള ഒരു ചേഞ്ചിനെ പറ്റിയിട്ട്, അതിൻ്റെ പാറ്റേൺസിനെ പറ്റിയിട്ട്, ഏതൊക്കെ രീതിയിലാണ് ഡെവലപ്മെൻറ്റ് വരുന്നത്, അത് ഏതൊക്കെ തലത്തിനെ ബാധിക്കുന്നുണ്ട്, അതുകൊണ്ടുള്ള നമുക്കുള്ള ബെനിഫിറ്റ്സ് എന്താണ്, ഇതൊക്കെയാണ് ഡെവലപ്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു സ്റ്റഡി ഓഫ് ഡെവലപ്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഡസ് നോട്ട് ജസ്റ്റ് ഇൻവോൾവ് ദ ബയോളജിക്കൽ ആൻഡ് ഫിസിക്കൽ ആസ്പെക്ട്സ് ഓഫ് ഗ്രോത്ത് ബട്ട് ഓൾസോ കോഗ്നിറ്റീവ് ചേഞ്ചസ് ഇൻ തോട്ട് പ്രോസസ്. കോഗ്നിറ്റീവ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ തോട്ട് പ്രോസസ്സിലുള്ള ചേഞ്ചസ്. പിന്നെ ഇമോഷണലി ചേഞ്ചസ് ഇൻ ഇമോഷണൽ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് എക്സ്പീരിയൻസസ് ആൻഡ് സോഷ്യൽ ആസ്പെക്ട്സ്, റിലേഷൻഷിപ്സ്, സെൽഫ് കോൺസെപ്റ്റ് ആൻഡ് ഐഡൻറ്റിഫൈ ഫോർമേഷൻ റിലേറ്റഡ് ടു ഡെവലപ്മെൻറ്റ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്തിൽ പഠിക്കുന്നുണ്ട്? ഡെവലപ്മെൻറ്റിൽ നോക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? കോഗ്നിറ്റീവ് ആസ്പെക്ട്സ്, നമ്മുടെ ചിന്തകളും നമ്മുടെ അറിവുകളും ഒക്കെ എങ്ങനെയാണ്. ഇമോഷണൽ ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് എന്തോരമുണ്ട്, അതായത് ഇമോഷണൽ അണ്ടർസ്റ്റാൻഡിങ്, നമ്മുടെ ഇമോഷൻസ് നമ്മൾ മനസ്സിലാക്കണം, അതേപോലെ തന്നെ മറ്റുള്ളവരുടെ ഇമോഷൻസും മനസ്സിലാക്കണം. ആൻഡ് സോഷ്യൽ ആസ്പെക്റ്റ്, റിലേഷൻഷിപ്പ് എങ്ങനെയാണ്, മറ്റുള്ളവരുമായിട്ടുള്ള ഇൻട്രാക്ഷൻ എങ്ങനെയാണ്, നമ്മുടെ സെൽഫ് കോൺസെപ്റ്റും സെൽഫ് ഐഡൻറ്റിറ്റി ഇതൊക്കെ എങ്ങനെയാണ്. ഇത്തരം ഡെവലപ്മെൻറ്റിൽ വരുന്ന എല്ലാ കാര്യങ്ങളും കുറിച്ച് ഇതിൽ പഠിക്കുന്നുണ്ട്. The scientific study of human development seeks to understand and explain how and why people change throughout life. Thus, development occurs in different domains. അതായത് ഡെവലപ്മെൻറ്റ് എന്താണ്? പല തലത്തിലുണ്ട് അല്ലേ. വൺ സെക്കൻഡ്. ഡെവലപ്മെൻറ്റ് പല തലത്തിലുണ്ട് അല്ലേ. ദ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് സീക്സ് ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് എക്സ്പ്ലെയിൻ ഹൗ ആൻഡ് വൈ പീപ്പിൾ ചേഞ്ച് ത്രൂ ഔട്ട് ലൈഫ്. ദസ് ഡെവലപ്മെൻറ്റ് ഒക്കേഴ്സ് ഇൻ ഡിഫറെൻറ്റ് ഡൊമൈൻസ്. പല ഡൊമൈനിലുണ്ട്. ഇപ്പോൾ കുറച്ച് ഡൊമൈൻസ് നമ്മളിപ്പോൾ പറഞ്ഞു. ഏതൊക്കെയാണ്? കോഗ്നിറ്റീവ് ഡൊമൈൻ ഉണ്ട്, ഇമോഷണൽ ഡൊമൈൻ ഉണ്ട്, സോഷ്യൽ ആസ്പെക്ട്സ് ഉണ്ട്, അതുപോലെ തന്നെ പല ആസ്പെക്ട്സ് ഉണ്ട്, സെക്ഷൽ ആസ്പെക്റ്റ് ഉണ്ട്. അങ്ങനെ പല തരത്തിലുള്ള നമ്മുടെ ഡെവലപ്മെൻറ്റ് ഒക്കേർ ചെയ്യുന്നുണ്ട്. ഇൻ അതർ വേർഡ്സ്, ഡെവലപ്മെൻറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ പ്രോഗ്രഷൻ ടുവേർഡ്സ് മെച്യൂരിറ്റി. എന്താണ്? മെച്യൂരിറ്റിയിലോട്ടുള്ള ഒരു പ്രോഗ്രഷനാണ് ഡെവലപ്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈവൻ ദോ ഡെവലപ്മെൻറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ് വിത്ത് കോമ്പിറ്റൻസീസ് ഡെവലപ്പിംഗ് ദെൻ ഡിസപ്പിയറിംഗ് ഓൺലി ടു അപ്പിയർ അറ്റ് എ ലേറ്റർ ഏജ്, ഇറ്റ് ഈസ് നോട്ട് കണ്ടിന്യൂസ് ഇൻ ദ സെൻസ് ദാറ്റ് ഇറ്റ് ഈസ് ഇൻക്രീസസ് കോൺസ്റ്റൻ്റ്ലി ബട്ട് റാദർ ഇൻ എ സീരീസ് ഓഫ് വേവ്സ് വിത്ത് ഹോൾ സെഗ്മെൻറ്റ്സ് ഓഫ് ഡെവലപ്മെൻറ്റ് റീഅക്വയറിംഗ് റിപ്പീറ്റേറ്റീവ്ലി. മറ്റൊരു പേരിൽ പറയുകയാണെന്ന് വെച്ചെങ്കിൽ ഡെവലപ്മെൻറ്റ് എന്താണ്? മെച്യൂരിറ്റിയിലോട്ടുള്ള ഒരു പ്രോഗ്രഷനാണ്. മെച്യൂരിറ്റിയാണ്. മെച്യൂരിറ്റി എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മൾ ഹൈറ്റ് വയ്ക്കുന്നുണ്ട്, അത് കുറച്ച് കഴിഞ്ഞാൽ എന്താവും? അവിടെ നിൽക്കും അല്ലേ. നമുക്കൊരു 50 വയസ്സുണ്ട് 60 വയസ്സുണ്ട് വരുമെന്ന് വെച്ചിട്ട് നമ്മൾ അത്രത്തോളം ഹൈറ്റ് വെച്ചുകൊണ്ടിരിക്കുന്നില്ല. ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ ഹൈറ്റ് എന്നുള്ള കാര്യം അവിടെ നിൽക്കും. അപ്പോൾ ഡെവലപ്മെൻറ്റ് ചില സ്റ്റേജിലെത്തുമ്പോൾ അവിടെ ഡിസപ്പിയർ ആകും, അല്ലെങ്കിൽ അവിടെ സ്റ്റോപ്പ് ആവും. എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് നോക്കും. അപ്പോൾ അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സ് ആണെങ്കിൽ കൂടി ചില കാര്യങ്ങളിൽ എന്താണ്? അതവിടെ ഡിസപ്പിയർ ആവുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ന്യൂ ബോൺസ് അല്ലെ, കുട്ടികൾ നടക്കുന്നുണ്ട്. ഇഫ് ഹെൽത്ത് ആൻഡ് ദെൻ ദിസ് എബിലിറ്റി ഡിസപ്പിയേഴ്സ് ഓൺലി ടു റീ അപ്പിയർ അറ്റ് 8 or 10 months ഓഫ് ഏജ്. കുട്ടികൾ നടക്കും, അത് പിടിച്ചാൽ മാത്രം. കുറച്ച് കഴിഞ്ഞാൽ എന്താവും? പിന്നെ അവർ നടക്കുന്നത് പിടിക്കേണ്ട ആവശ്യമില്ല, അവർ തന്നെ നടന്നു തുടങ്ങും. കുറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ നടത്തം നിർത്തും. പിന്നെ അവർ ചിലപ്പോൾ ഓടാനായിരിക്കും, ചാടാനായിരിക്കും, അല്ലെങ്കിൽ ഒരു ഭാഗത്തിരുന്ന് കളിക്കാനായിരിക്കും അവർക്ക് ഇഷ്ടം. അപ്പോൾ ചില കാര്യങ്ങൾ, ചില ഡെവലപ്മെൻറ്റുകൾ കുറച്ച് സ്റ്റേജ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഡിസപ്പിയർ ആവും. പകരം വേറെ ഏതെങ്കിലും ഒരു ഡെവലപ്മെൻറ്റ് അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കും.
From newborns to teenagers, parents often have questions if their children are developing normally. Newborns തൊട്ട് നോക്കുകയാണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ടീനേജേഴ്സ് വരെ നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ്, പാരൻസിനൊക്കെ ഉള്ള സംശയമാണ്, നമ്മുടെ കുട്ടികൾ ഡെവലപ്പ് ചെയ്യുന്നത് നോർമലി ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ, അവർ കൃത്യസമയത്ത് ഓടുന്നുണ്ടോ, കൃത്യസമയത്ത് അമ്മ എന്ന് വിളിക്കുന്നുണ്ടോ, അച്ഛ എന്ന് വിളിക്കുന്നുണ്ടോ. ഇതൊക്കെ എന്താണ്, കോമൺ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ട് പോലെയാണ്. അപ്പം ഇത്രയും കാര്യം ഓക്കെ ആണോ പറഞ്ഞത്? നമ്മൾ കോൺസെപ്റ്റ് ഓഫ് ഡെവലപ്മെൻറ്റ് ആൻഡ് ഗ്രോത്ത് ആണ് പറഞ്ഞത്. അതായത് നമ്മുടെ ലൈഫ് സ്പാനിലുള്ള മൊത്തം ഡെവലപ്മെൻറ്റ്, കൺസെപ്ഷൻ ടു ഡെത്ത്, വയറ്റിൽ ഒരു കുട്ടി പ്രഗ്നൻ്റ് ആവുന്ന ടൈം തൊട്ടിട്ട് ആ കുട്ടി വളർന്ന് ജനിച്ച് ആ ഒരു പേഴ്സൻ്റെ ഡെത്ത് വരെയുള്ള കാര്യങ്ങളാണ് ഒരു ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ എന്തൊക്കെ ഉണ്ട്, പലതരത്തിലുള്ള ആസ്പെക്ട്സ് അല്ലെങ്കിൽ ഡൊമൈൻസിനെ പറ്റി നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഫിസിക്കൽ ആസ്പെക്ട്സ്, അതായത് ബയോളജിക്കൽ ആൻഡ് ഫിസിക്കൽ ആസ്പെക്ട്സ്, കോഗ്നിറ്റീവ് ആസ്പെക്ട്സ്, അതുപോലെ തന്നെ സോഷ്യൽ ആസ്പെക്ട്സ്, ആൻഡ് ദെൻ നെക്സ്റ്റ് ഒരു ആസ്പെക്റ്റ് പഠിക്കാനുണ്ട് സെക്ഷുവൽ ആസ്പെക്റ്റ്. ഇതൊക്കെ എന്താണ്, ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഒരു സയൻറ്റിഫിക് സ്റ്റഡിയാണ്. എങ്ങനെയാണ് ഈ ചേഞ്ചസ് ഒക്കെ ഉണ്ടാകുന്നത്, ഈ ഡെവലപ്മെൻറ്റ് ഏതൊക്കെ ഡൊമൈനിലാണ് ഉണ്ടാകുന്നത്, അത് ഏതൊക്കെ തരത്തിൽ ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്, മെച്യൂരിറ്റിയിലുള്ളൊരു പ്രോഗ്രഷനാണ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ചില സമയങ്ങളിൽ അത് ഡിസപ്പിയർ ആവും, ആൻഡ് ഓൺലി ടു അപ്പിയർ അറ്റ് എ ലേറ്റർ ഏജ്. കുറച്ച് സമയം കഴിഞ്ഞാൽ അത് പിന്നെയും അപ്പിയർ ആവുകയും ചെയ്യും. ഒരു എക്സാമ്പിൾ പറഞ്ഞത്, ന്യൂ ബോൺസ് നടക്കുന്നുണ്ട്, അത് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു എബിലിറ്റി അവർ ചിലപ്പോൾ ഡിസപ്പിയർ ആവും, പിന്നെ അത് കുറച്ച് കഴിഞ്ഞ് അതിന് ശേഷം പിന്നെയും കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് റീഅപ്പിയർ ചെയ്യും. ന്യൂ ബോൺസ് തൊട്ടിട്ട് ടീനേജേഴ്സ് വരെ നോക്കുകയാണെങ്കിൽ പാരൻസിന് ഓഫൻ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു ഡൗട്ടാണ്, ഇഫ് ദെയർ ചിൽഡ്രൻ ആർ ഡെവലപ്പിംഗ് നോർമലി. അപ്പോൾ നമുക്ക് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞുള്ള ഒരു ഭാഗത്തു നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് എഴുതാണ്ടായിരിക്കും. ഈ ഒരു ചാപ്റ്ററിൽ തന്നെ ഒരു 4-5 ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ എന്ത് ചോദിച്ചാലും ഈ ഒരു ക്വസ്റ്റ്യൻ, ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്ക് ഡെവലപ്മെൻറ്റ് എന്താണെന്ന് നമ്മുടേതായിട്ടുള്ള രീതിയിൽ നമുക്ക് എഴുതാനായിട്ട് പറ്റണം. ഞാൻ കഴിഞ്ഞ വട്ടം പറഞ്ഞിരുന്നു, നമുക്ക് ഈ പ്രാവശ്യം തൊട്ടിട്ട് ഒരു ഷോർട്ട് നോട്ട് ഉണ്ടാക്കണം. അപ്പോൾ ഡെയിലി നിങ്ങൾക്ക് പറ്റുന്ന വിധത്തിൽ ക്ലാസ്സുകൾ, ഇപ്പോൾ എന്നും ഡെയിലി എല്ലാവർക്കും ലൈവ് കാണാൻ പറ്റിയെന്ന് വരില്ല, എങ്കിൽ കൂടി ഷോർട്ട് നോട്ട് ഉണ്ടാക്കാനായിട്ട് നോക്കാം. ഇപ്പം ഇത്രയും സെൻറ്റൻസ് പറഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ഷോർട്ട് നോട്ടിൽ കൊടുക്കാം, അതൊന്ന് പറഞ്ഞു നോക്കിയേ. നമുക്ക് എന്തൊക്കെ കൊടുക്കാം, അതായത് ഇപ്പോൾ ഒരു 10 എന്താണെന്ന് അല്ലേ, നമ്മളിപ്പോൾ ഒരു 10-15 സെൻറ്റൻസ് ഇപ്പോൾ വായിച്ചു കഴിഞ്ഞു, എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പം നമുക്കൊരു 4-5 വേർഡ്സോ അല്ലെങ്കിൽ ഒരു 10 വേർഡ്സ് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ വലിയൊരു പാരഗ്രാഫ് ഉണ്ടാക്കാനായിട്ട് പറ്റണം. അതാണ് നമ്മൾ ഷോർട്ട് നോട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതിൽ എന്തൊക്കെ കൊടുക്കാം, ഹ്യൂമൻസിൻ്റെ ഗ്രോത്ത് ആണ്, ഒരു ലൈഫ് സ്പാൻ മൊത്തമാണ്, അതായത് കൺസെപ്ഷൻ ടു ഡെത്ത്, ഹ്യൂമൻസ് ഗ്രോത്ത് ഫ്രം കൺസെപ്ഷൻ ടു ഡെത്ത്. ആ ഒരു 4 വാക്ക് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് ഒരു 2-3 സെൻറ്റൻസ് എങ്കിലും ഉണ്ടാക്കാൻ പറ്റണം. പാറ്റേൺസ് ഓഫ് ചേഞ്ച് ഓവർ ടൈം, അങ്ങനെ സിമ്പിളായിട്ടുള്ള വേർഡ്സുകൾ മാത്രം പഠിക്കുക. ആസ്പെക്ട്സ് ഉണ്ട്, ഏത്, ഫിസിക്കൽ, ബയോളജിക്കൽ, കോഗ്നിറ്റീവ്, സോഷ്യൽ, അങ്ങനെ ഒരു 4 ആസ്പെക്ട്സ് ഉണ്ട്. ഒരു സയൻറ്റിഫിക് സ്റ്റഡിയാണ്. എങ്ങനെയാണ്, വൈ പീപ്പിൾ ചേഞ്ച് ത്രൂ ഔട്ട് ലൈഫ്, എങ്ങനെ ത്രൂ ഔട്ട് ലൈഫ് ഒരു പീപ്പിൾ ചേഞ്ച് ആകുന്നു, അതിൻ്റെ പാറ്റേൺസ് എന്താണ്, പിന്നെ പ്രോഗ്രഷൻ ടുവാർഡ്സ് മെച്യൂരിറ്റി, അങ്ങനെ കുറച്ച് വേർഡ്സ് ആയിട്ട് ഒരു ഷോർട്ട് നോട്ട് ഉണ്ടാക്കുക. പറ്റുന്നവർ തയ്യാറാക്കുക, അത് നിങ്ങൾക്ക് തന്നെ ഹെൽപ്പായിരിക്കും. എക്സാം ടൈമിൽ നമുക്ക് ഈ ഒരു ടെക്സ്റ്റ് മൊത്തം വായിക്കണം അല്ലെങ്കിൽ നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ വായിക്കണമെന്നൊന്നുമില്ല. നമുക്ക് ഈ ഒരു നോട്ട് വായിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്താണ് മനസ്സിലാക്കിയിട്ടുള്ളത് അല്ലെങ്കിൽ എന്താണ് ഞാൻ പഠിച്ചു വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഓർമ്മ വരും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു മെത്തേഡ് തുടങ്ങാമെന്ന് വിചാരിച്ചത്. അപ്പോൾ പറ്റുന്നവർ തയ്യാറാക്കുക, എനിക്ക് അന്നന്ന് തന്നെ സെൻഡ് ചെയ്ത് തരാം, നിങ്ങൾക്കും കൂടെ ഹെൽപ്പാണത്. ഓക്കെ. For example, newborns walk if held, and then this ability disappears only to reappear at 8 or 10 months of age. From newborns to teenagers, parents often have questions if their children are developing normally. WHO is also coordinating an internal effort to develop child growth standards for infants and young children aged 0 to 5 years. There is a process of child development which makes a growth curve. നമ്മുടെ
WHO ഒരു ഇപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടായിരുന്ന ടൈമിൽ നിങ്ങൾക്കൊക്കെ അറിയുണ്ടായിരിക്കും, നമുക്കൊരു ചാർട്ട് ഉണ്ടായിരിക്കും അല്ലേ, കുട്ടികളുടെ ഗ്രോത്ത് കർവ് അറിയാനായിട്ടൊരു ഗ്രാഫ് പോലത്തെ ഒരു സംഭവം. അതിൽ ഹൈറ്റും വെയ്റ്റിനനുസരിച്ച് അവരുടെ വളർച്ച കാണിച്ചിട്ടുണ്ടായിരിക്കില്ല, ഒരു ടേബിൾ അനുസരിച്ചിട്ടുള്ളൊരു ഗ്രാഫ് അതിൽ ഉണ്ടായിരിക്കും. അതിനെയാണ് ഗ്രോത്ത് കർവ് എന്ന് പറയുന്നത്. ഗ്രോത്ത് കർവ് ഈസ് ഡിഫൈൻഡ് ആസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ കർവ് ഡിറൈവ്ഡ് ഫ്രം പ്ലോട്ടിംഗ് വെയ്റ്റ് ആൻഡ് ഹൈറ്റ് അഗെയിൻസ്റ്റ് ക്രോണോളജിക്കൽ ഏജ് ഫോർ കമ്പയറിംഗ് ആൻ ഇൻഡിവിജ്വൽ ചൈൽഡ്സ് ഗ്രോത്ത് പാറ്റേൺ വിത്ത് ദ ആവറേജ് ഏജ് ഓഫ് ഗ്രോത്ത്. ഗ്രോത്ത് കർവ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ കർവാണ്. അതായത് പ്ലോട്ടിംഗ് വെയ്റ്റ് ആൻഡ് ഹൈറ്റ് അഗെയിൻസ്റ്റ് ക്രോണോളജിക്കൽ ഏജ്. ഒരു വയസ്സുള്ള കുട്ടിക്ക് ആ കുട്ടിയുടെ വെയ്റ്റിനനുസരിച്ച് ഇത്ര ഹൈറ്റ് ഉണ്ടാകണം, ഇത്ര 10 കിലോ ആണ് വെച്ചെങ്കിൽ ഇത്ര വെയിറ്റ് ഉണ്ടാവണം. അങ്ങനെ ഏജിനനുസരിച്ച്, ഏജിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ആ ഒരു കർവ് ഉണ്ടായിരിക്കുക. ഫോർ കമ്പയറിംഗ് ആൻ ഇൻഡിവിജ്വൽ ചൈൽഡ്സ് ഗ്രോത്ത് പാറ്റേൺ വിത്ത് ദ ആവറേജ് ഏജ് ഓഫ് ഗ്രോത്ത്. കുട്ടികളുടെ ഗ്രോത്ത് മനസ്സിലാക്കാൻ, കമ്പയർ ചെയ്യാൻ, ഏജിനനുസരിച്ച് അവരുടെ ഗ്രോത്ത് നല്ല രീതിക്ക് വളരുന്നുണ്ടോ, ഗ്രോത്തിൽ എന്തെങ്കിലും ഡെഫിഷ്യൻസി ഉണ്ടോ എന്നൊക്കെ അറിയാനായിട്ടുള്ളൊരു കർവ്. And growth is a process that results in structural and physiological changes that are quantitative in nature. The changes may be thus be progressive or regressive and may or may not involve development. Growth എന്ന് പറയുന്നത് എന്താണ്? വളർച്ച. നമ്മൾ പച്ച മലയാളത്തിൽ വളർച്ച എന്ന് പറയുന്നത് എന്താണ്? കാഴ്ചയിൽ കാണുന്നതാണ് അല്ലേ. സ്ട്രക്ചറിലും ഫിസിയോളജിക്കലാണ്. അത് ക്വാണ്ടിറ്റേറ്റീവ് ഇൻ നേച്ചർ, നമുക്കത് അളക്കാനായിട്ട് പറ്റും. കുട്ടി ഇത്ര ഹൈറ്റ് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നല്ല തടി വെച്ചിട്ടുണ്ട്, ഇതൊക്കെ എന്താണ്? ക്വാണ്ടിറ്റേറ്റീവ് ഇൻ നേച്ചറാണ്. പക്ഷേ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് അതിനെ മെഷർ ചെയ്യാം, പക്ഷേ നാച്ചുറലി നമുക്ക് അതിനെ ഡിറ്റക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. ദ ചേഞ്ചസ് മേ ബി ദസ് പ്രോഗ്രസീവ് ഓർ റിഗ്രസീവ് ആൻഡ് മേ ഓർ മേ നോട്ട് ഇൻവോൾവ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഡെവലപ്മെൻറ്റ് ചിലപ്പോൾ ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. ഡെവലപ്മെൻറ്റ് ഓൺ ദ അതർ ഹാൻഡ് ഈസ് എ പ്രോഗ്രസീവ് ചേഞ്ച് ആസ് എ റിസൾട്ട് ഓഫ് മെച്ചുറേഷൻ ആൻഡ് ലേണിംഗ്. ആൻഡ് അനദർ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഈസ് ദാറ്റ് ഡെവലപ്മെൻറ്റ് ഈസ് ഒബ്സർവ്ഡ് ആൻഡ് ഗ്രോത്ത് ക്യാൻ ബി മെഷേർഡ്. ഡെവലപ്മെൻറ്റ് നമുക്ക് എന്ത് ചെയ്യാനേ പറ്റുള്ളൂ? ഒബ്സർവ് ചെയ്യാനേ പറ്റത്തുള്ളൂ. പക്ഷേ ഗ്രോത്ത് നമുക്ക് മെഷർ ചെയ്യാം. ഇപ്പോൾ ഹൈറ്റ് അല്ലേ, ഹൈറ്റ് നമുക്ക് എന്ത് ചെയ്യാം? മെഷർ ചെയ്തെടുക്കാം. പക്ഷെ ആ കുട്ടിയിലുള്ള ഡെവലപ്മെൻറ്റ് എന്ത് ചെയ്യാനേ പറ്റുള്ളൂ? നമുക്ക് ഒബ്സർവ് ചെയ്യാനേ പറ്റത്തുള്ളൂ. ഗ്രോത്ത് ഓൾസോ സ്റ്റോപ്സ് അറ്റ് മെച്യൂരിറ്റി വൈൽ ഡെവലപ്മെൻറ്റ് സ്പ്രെഡ്സ് അക്രോസ് ദ ലൈഫ് സ്പാൻ. ഗ്രോത്ത് എന്ന് പറയുന്നത് മെച്യൂരിറ്റിയിൽ സ്റ്റോപ്പ് ആവും. നമ്മൾ പറഞ്ഞു ഹൈറ്റ് കുറച്ച് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഹൈറ്റ് അവിടെ നിൽക്കും, നമ്മൾ ഹൈറ്റ് വെക്കില്ല. പിന്നെ എന്താവും? ഡെവലപ്മെൻറ്റ് എന്താണ്? പക്ഷെ അതിനൊരു സ്റ്റോപ്പില്ല, അതങ്ങനെ അക്രോസ് ലൈഫ് സ്പാൻ അതിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുക തന്നെയാണ്. നമ്മുടെ ഡെവലപ്മെൻ്റ് ഒക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. റിലേറ്റഡ് ടു ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ദർ ആർ 4 areas in which a child's growth and development takes place. ഗ്രോത്തും ഡെവലപ്മെൻറ്റും നോക്കുകയാണെങ്കിൽ അവിടെ ഒരു 4 ഏരിയാസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അതിലൊക്കെ ആയിരിക്കും നമ്മുടെ ഡെവലപ്മെൻറ്റ് ഒക്കർ ചെയ്യുന്നത്. നമുക്ക് നോക്കാം. അപ്പോൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് എന്താ? നമ്മുടെ ഗ്രോത്തിനെ പറ്റിയും ഡെവലപ്മെൻറ്റിനെയും പറ്റി പറഞ്ഞു. ഗ്രോത്ത് എന്ന് പറയുന്നത് ഒരു മെഷറബിൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്, അല്ല നമുക്ക് മെഷർ ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ നമുക്ക് ഡെവലപ്മെൻറ്റിനെ ഒബ്സർവ് ചെയ്യാനായിട്ട് മാത്രമേ പറ്റത്തുള്ളൂ. ഗ്രോത്ത് എന്ന് പറയുന്നത് ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ ഡിസപ്പിയർ ആവും, അല്ലെങ്കിൽ സ്റ്റോപ്പ് ആവും. പക്ഷേ ഡെവലപ്മെൻറ്റ് എന്താണ്? ലൈഫ് സ്പാൻ ത്രൂ ഒക്കർ ചെയ്യുന്നൊരു പ്രോസസ്സാണ്. ഇനി 4 ഏരിയാസ് നമുക്ക് നോക്കാം. ഫിസിയോളജിക്കൽ ആൻഡ് കോഗ്നിറ്റീവ്, സോഷ്യൽ ആൻഡ് ഇമോഷണൽ, സെക്ഷുവാലിറ്റി ആൻഡ് ജെൻഡർ ഐഡൻറ്റിറ്റി. ആദ്യത്തെയാണ് ഫിസിക്കൽ. Physical growth is perhaps the most obvious. Children grow in height and weight over the years and their appearance changes to a great extent during puberty. Physical growth എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം, ഹൈറ്റിലും വെയ്റ്റിലുള്ള കാര്യമാണ്. നമുക്ക് ആ ഗ്രോത്ത് നമുക്ക് മനസ്സിലാക്കാനായിട്ട്, മെഷർ ചെയ്യാനായിട്ട് പറ്റും. നാച്ചുറലി അതിനെ മെഷർ ചെയ്യാനായിട്ട് പറ്റും. Children also develop certain physical abilities during their progression towards adulthood, including crawling, walking, running and possibly writing. Their motor coordination gradually becomes well refined. എന്താണ്? ചിൽഡ്രൻസിനുള്ള ഫിസിക്കൽ എബിലിറ്റീസ് ഓൾസോ ഡെവലപ്പ് സർട്ടൺ ഫിസിക്കൽ എബിലിറ്റീസ് ഡ്യൂറിങ് ദെയർ പ്രോഗ്രഷൻ ടുവാർഡ്സ് അഡൾട്ട്ഹുഡ്. അഡൾട്ട്ഹുഡിലോട്ട് പോകുന്നവരും അല്ലേ, നമുക്കറിയാം കൂടുതലായിട്ടും ഡെവലപ്മെൻറ്റ് നടക്കുന്ന ഒരു സ്റ്റേജാണ് എന്ത്? ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്. അവർ നടക്കുന്നു, കമിഴുന്നു, ഓടുന്നു, ചാടുന്നു, പറ്റുകയാണെങ്കിൽ എഴുതുന്നു, പഠിക്കുന്നു, ഇതൊക്കെ അവരുടെ ഡെവലപ്മെൻറ്റൽ പ്രോസസ്സാണ്. ഇനി ഫിസിയോളജിക്കൽ ആൻഡ് കോഗ്നിറ്റീവ്. Children also develop physiologically and cognitively as their brains absorb more information and they learn how to use that information. ഫിസിയോളജിക്കൽ നോക്കുകയാണ് അല്ലെങ്കിൽ കോഗ്നിറ്റീവ് നോക്കുകയാണെങ്കിൽ എന്താണ്?
കൂടുതൽ ഇൻഫർമേഷൻസ് അവരുടെ ബ്രെയിൻ അബ്സോർബ് ചെയ്തിരിക്കും പെട്ടെന്ന് അല്ലേ. അവർ ഒബ്സർവ് ചെയ്ത് പഠിക്കുന്ന ഏറ്റവും പറ്റുന്ന ഒരു ടൈമാണ് ഈ ഒരു ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്. എൻ്റെ താഴെ കുട്ടി അങ്ങനെയാണ്, പെട്ടെന്ന് ഒബ്സർവ് ചെയ്ത് പഠിക്കുക. ഒബ്സർവേഷണൽ ലേണിംഗ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. അപ്പോൾ ആ ഒരു ടൈം എന്ന് പറയുന്നത് അവർക്ക് കൂടുതൽ ഈ ഒരു ഡെവലപ്മെൻറ്റ് നടക്കുന്ന സ്റ്റേജാണ്, കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് നടക്കുന്ന ഒരു സ്റ്റേജാണ്. Literally, children have to learn how to think on purpose and to process or organize all the information that comes to them from the environment. They learn how to solve problems. എന്തൊക്കെ പഠിക്കുന്നുണ്ട്? എങ്ങനെയാണ് ഇൻഫർമേഷൻസ് എൻവയറമെൻറ്റിൽ നിന്ന് എങ്ങനെയാണ് അവർ ഓർഗനൈസ് ചെയ്യുന്നത്, പ്രോസസ്സ് ചെയ്യുന്നത്, പിന്നെ അതുപോലെ തന്നെ പ്രോബ്ലംസ് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്, എങ്ങനെ മറ്റുള്ളവരോട് സംസാരിക്കണം, ആൻഡ് ടു കംപ്ലീറ്റ് മെൻ്റൽ ടാസ്ക് സച്ച് ആസ് റിമെമ്പറിങ് ടെലിഫോൺ നമ്പേഴ്സ് ഓർ യൂസിങ് കമ്പ്യൂട്ടേഴ്സ്. ടെലിഫോൺ നമ്പർ ഓർമ്മ വയ്ക്കുക. കുട്ടികളിപ്പോൾ അവർ സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ അവർക്കുള്ളൊരു ഇതാണ് ടെലിഫോൺ നമ്പേഴ്സ്, അച്ഛൻ്റെ അമ്മയുടെ വേറെ മേമ്മമാർ അച്ഛമ്മമാർ അങ്ങനെയൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ അവരുടെയൊക്കെ ടെലിഫോൺ നമ്പേഴ്സ് അവർ ഓർമ്മ വയ്ക്കുക. ഓർ യൂസിങ് കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യാൻ പഠിക്കുക. ഇതൊക്കെ അവരുടെ ഒരു ഫിസിയോളജിക്കൽ അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ഏരിയാസിലാണ് ഈ ഒരു ഡെവലപ്മെൻ്റ് ഒക്കെ നടക്കുന്നത്. ഇനി അടുത്തതാണ് സോഷ്യൽ ആൻഡ് ഇമോഷണൽ. Children grow socially and emotionally and they learn how to interact, play, work and live with other people such as family, friends, teachers and significant others. Social and emotional നോക്കുകയാണെങ്കിൽ എന്താണ്, മറ്റുള്ളവരുമായിട്ടുള്ള ഇൻട്രാക്ഷനാണ് കൂടുതൽ അവർ ഉദ്ദേശിക്കുന്നത് അല്ലേ. ഫ്രണ്ട്സിനായിട്ടും ഫാമിലി, ടീച്ചേഴ്സ്, അതുപോലെ തന്നെ സിഗ്നിഫിക്കൻ്റ് അതേഴ്സ്, നമ്മുടെ ചുറ്റുള്ള മറ്റുള്ള ആൾക്കാർ എങ്ങനെ അവരോട് സംസാരിക്കുന്നു, നല്ല ബഹുമാനപൂർവ്വം സംസാരിക്കാറിയ, അവർ ചോദിക്കുന്നതിന് കൃത്യമായിട്ട് നല്ല മര്യാദയിലുള്ള രീതിയിൽ ഉത്തരം പറയുക. കുട്ടികളുണ്ട് വെച്ചെങ്കിൽ അവരെ കൂടെ എങ്ങനെയാണ് കളിക്കേണ്ടത്, അവരായിട്ട് അവരുടെ ടോയ്സും അല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡൊക്കെ ഷെയർ ചെയ്യുന്നുണ്ടോ, ഇതൊക്കെ സോഷ്യൽ അല്ലെങ്കിൽ ഇമോഷണൽ ആസ്പെക്റ്റിൽ വരും. They learn how to understand both their own feelings and that of others' emotions. ഇനി ഇമോഷണൽ നോക്കുകയാണെങ്കിൽ എന്താണ്, സ്വന്തം ഇമോഷൻസും ഫീലിങ്സും അവർക്ക് മനസ്സിലാക്കാൻ പറ്റണം. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ഇമോഷൻസും എക്സ്പീരിയൻസ് ചെയ്യാനും അതിനെ മനസ്സിലാക്കാനും പറ്റണം. They also learn ways of dealing with the strong emotions. They also develop a sense of morality as they learn the difference between right and wrong. മൊറാലിറ്റി എന്ന് പറയുന്ന ഒരു സെൻസ് അവർ ഡെവലപ്പ് ചെയ്യണം. അവരുടെ ഒരു ഇമോഷണൽ ഡെവലപ്മെൻ്റ് ആണ് അല്ലെങ്കിൽ സോഷ്യൽ ഡെവലപ്മെൻ്റ് ആണ്. ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള കഴിവ്. അപ്പോൾ നമ്മൾ 3 പറഞ്ഞു, ഫിസിയോളജിക്കൽ ആൻഡ് കോഗ്നിറ്റീവ്, സോഷ്യൽ ആൻഡ് ഇമോഷണൽ. ഇനി അടുത്തതാണ് സെക്ഷുവാലിറ്റി ആൻഡ് ജെൻഡർ ഐഡൻറ്റിറ്റി. Children also develop sexually and form a gender identity. This development is unique because it spans development across the other physical, physiological and social channels. ഇനി എന്താണ്, യുണീക്ക് ആയിട്ടുള്ള ഒരു ഡെവലപ്മെൻ്റ് ആണ്. കാരണം ഇത് സ്പാൻസ് ഡെവലപ്മെൻറ്റ് അക്രോസ് അതർ ഫിസിയോളജിക്കൽ, സോഷ്യൽ ചാനൽസ്. നമ്മൾ മേലെ പറഞ്ഞ 3 ആസ്പെക്ട്സിനും ഓവർകം ചെയ്യുന്ന ഒരു അക്രോസ് ചെയ്യുന്ന ഒരു സാധനം, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഡെവലപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് സെക്ഷുവാലിറ്റി ആൻഡ് ജെൻഡർ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. Early on, children learn how their bodies work or looks and what it means to be a boy or a girl. കുട്ടികൾ വളർന്നു വരുമ്പോൾ എന്തുകൊണ്ടാണ് ആൺകുട്ടി എന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് പെൺകുട്ടി എന്ന് പറയുന്നത് അവർക്ക് കോമൺ ആയിട്ട് വരുന്നൊരു ഡൗട്ടാണ്. അല്ലെങ്കിൽ എൻ്റെ ബോഡി എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത്, അല്ലെങ്കിൽ അവളുടെ ബോഡി എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത്, കോമൺ ആയിട്ടുള്ളൊരു സംശയമാണ്. They learn how boys and girls are different. എങ്ങനെയാണ് ഡിഫറെൻ്റ് ആയിരിക്കുന്നത്. As they grow older and enter adolescence and puberty, they continue to learn how their bodies work sexually and how to responsibly handle their sexuality so as to balance their sexual desires and appropriate behavior. വളർന്നു വരുമ്പോൾ അവരെന്ത് ചെയ്യും, എങ്ങനെയാണ് സെക്ഷലി ബോഡി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് സെക്ഷുവാലിറ്റി ഉള്ളൊരു സർക്കംസ്റ്റാൻസ് വന്നു കഴിഞ്ഞാൽ അതിനെങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ആൻഡ് ബാലൻസ് ദെയർ സെക്ഷൽ ഡിസയേഴ്സ് ആൻഡ് അപ്രോപ്രിയേറ്റ് ബിഹേവിയർ. സെക്ഷുവാലിറ്റി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ബിഹേവിയറിനെ എങ്ങനെ പ്രോപ്പറായിട്ട് കൊണ്ടുപോകണം, ഇതൊക്കെ അവർ പഠിക്കണം. നമ്മൾ കുട്ടികൾ വളർന്നു വരുമ്പോൾ അവർക്ക് സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ആ ഒരു ഡെവലപ്മെൻറ്റ് അവർക്ക് ഉണ്ടായിരിക്കും, സംശയങ്ങൾ അവർക്ക് ഉണ്ടായിരിക്കും, ഇല്ലെങ്കിൽ ആ കുട്ടിക്ക് എന്തെങ്കിലും ഒരു ഡെഫിഷ്യൻസി ഉണ്ട് എന്നാണ് പറയുക. അപ്പോൾ വളർന്നു വരുമ്പോൾ അത് ക്ലിയർ ആക്കി കൊടുക്കാനുള്ള ബാധ്യത നമുക്കാണ്. അപ്പോൾ ഈ ഒരു ഡെവലപ്മെൻറ്റും വളർന്നു വരുന്ന ഒരു സാഹചര്യത്തിൽ ഉണ്ടാവേണ്ടതാണ്. അപ്പോൾ 4 ആസ്പെക്ട്സ് ആണ് അല്ലെങ്കിൽ 4 ഏരിയാസ് ആണ് നമ്മൾ പറഞ്ഞത്. ഫിസിയോളജിക്കൽ ആൻഡ് കോഗ്നിറ്റീവ്, സോഷ്യൽ ആൻഡ് ഇമോഷണൽ, സെക്ഷുവാലിറ്റി ആൻഡ് ജെൻഡർ ഐഡൻറ്റിറ്റി. ഓക്കെ ആണോ ഇത്രയും? ഓക്കെ, നമുക്കിന്ന് ഇത്രയും മതി. ബാക്കി ഞാൻ നാളെ എടുക്കാം. ഞാൻ കുറച്ച് ഓക്കെ ആയി വരുന്നുള്ളൂ. ഇപ്പോൾ കുറച്ച് നേരം എനിക്കിപ്പോൾ തലയൊക്കെ വേദനിച്ചു തുടങ്ങി. നോക്കാം. അപ്പം നാളെ ഞാനത് ചോദിച്ചോളൂ. എന്തെങ്കിലും ഡൗട്ടുണ്ടോ?
ഇല്ല. ഓക്കെ ടീച്ചർ. ഓക്കെ. അപ്പം ഞാനിത് ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഇത് റെക്കോർഡിംഗ് ആണ്. ഞാനിതിൻ്റെ അപ്ലോഡിംഗ് ഒക്കെ ഒന്ന് നോക്കുന്നുണ്ട്, യൂട്യൂബിൽ ഇടാനൊക്കെ വിചാരിക്കുന്നുണ്ട്. ഞാൻ അറിയിക്കാം ഗ്രൂപ്പിൽ കേട്ടോ. ഓക്കെ, താങ്ക് യു. നാളെ ഉണ്ടായിരിക്കും. നാളെ ഏത് ക്ലാസ് ആണെന്ന് ഞാൻ നോക്കിയിട്ടില്ല. ഞാൻ എന്തായാലും ഗ്രൂപ്പിൽ അറിയിക്കാം. മൺഡേ തൊട്ടിട്ട് നമുക്ക് റെഗുലർ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു. എല്ലാവരും കോപ്പറേറ്റ് ചെയ്തതിന് എല്ലാവരും ഒരുപാട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് കുറേ പേര് വിശ്വസൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. താങ്ക് യു. ഓക്കെ, താങ്ക് യു.